ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഹാസൻ ഡിസ്ട്രിക്റ്റിൽ ദേഖള എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ബസ് സ്റ്റോപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ബസ് സ്റ്റോപ്പിൽ വണ്ടിയും കാത്തു നിൽക്കുക ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ ഉണ്ട്. ഒന്ന് ഇനി വന്നാൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്ന് പിന്നെന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതണേ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥലം തന്നെ. പുറത്ത് നല്ല മഴ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മഴ പെയ്താൽ ഇവിടെ മഴ പെയ്യും. കേരളത്തിൽ എങ്ങനെ മഴ പെയ്യണം, അതിൻ്റെ ഇരട്ടി പെയ്യും ഇവിടെ. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞതിട്ട. നേരാണോ പൊള്ളാണോ എന്താണാവോ. സക്ലേഷ്പൂർ താലൂക്കാണ് ഈ സ്ഥലം. അപ്പോൾ കേരളത്തിൽ മഴ ഇങ്ങോട്ട് പെയ്താൽ ഇവിടെയും മഴ കനക്കും. അങ്ങനെ ഒരു സ്ഥലം കേരളം തന്നെ. ചക്ക മാങ്ങ പക്ഷേ ഒന്നും മറ്റുമില്ല. നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ആ സാധനം, ആ പേര് തന്നെയുള്ള ആ സാധനം ഉണ്ട്. ചില മൂലക്കലൊക്കെ കാപ്പി ഉണ്ട് ഇവിടെ. നമ്മളവിടെ കാപ്പി ഇല്ല, എന്നാലും വയനാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് സ്ഥലം. പിന്നെ എന്തൊക്കെയുണ്ട് മുത്തുമണിയിൽ. അപ്പോൾ നമ്മളെ ചാനൽ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് കുറേ ആയി. ഇനിയിപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതാണ് എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ അതാ ഒരു പക്ഷിക്കൂട്ടം പറക്കുന്നത് കാണുന്നില്ലല്ലോ. അവരങ്ങ് പോയി, ദൂരെ പോയി. നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി കുറവാണ്. ഇത് പിന്നെ വേറെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് വരാൻ വന്നത് എന്താ വെച്ചാൽ, ഈ മംഗലാപുരം ഭാഗത്ത് എന്തൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കൊടുന്ന് പൊട്ടുന്ന വേസ്റ്റാണ് റോഡ് ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും മഴ ഇവിടെ കനത്താൽ ഇവിടുത്തെ മണ്ണുണ്ട്, നിങ്ങളൊരു ചതുപ്പ് മണ്ണാണ്. നമ്മളെ കേരളത്തിൻ്റെ പോലത്തെ മണ്ണാണോ എന്ന് വെച്ചാൽ ചില ഏരിയയിൽ ഇങ്ങനത്തെ മണ്ണുണ്ടാവും. ഇവിടെ എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഒരു 2 കിലോമീറ്റർ വരെ വിട്ട മണ്ണിൻ്റെ സ്വഭാവം വേറെ. ഇവിടുത്തെ മണ്ണാവില്ല അവിടുത്തെ മണ്ണ്, ഇവിടുത്തെ മണ്ണാവില്ല അവിടെ. ചിലപ്പോൾ എന്തോ ഒരു അടി വിട്ടാൽ തന്നെ ചിലപ്പം പാറ കാണും. അതാണ് നമ്മളെ മണ്ണിൻ്റെ ഒരു. അപ്പോൾ ഓക്കെ, നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ നിർത്തി. അപ്പോൾ ഇനി സന്ധിക്കും വരേക്കും വണക്കം.